വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. പബ്ലിക് സെക്ടർ ബാങ്കുകൾ പൂട്ടുന്നു, വലിയ ആപത്ത് വരുന്നു എന്ന നിലയിലുള്ളൊരു കോലാഹലം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നാം കേട്ടതാണ്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമുക്കിന്ന് പരിശോധിക്കാം. ദേശീയ പത്രങ്ങളും സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളും ഈ വാർത്തകൾ വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. പല സ്പെക്കുലേഷൻസും നടക്കുന്നുണ്ട്, പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും ഇല്ല. എങ്കിലും നീതി ആയോഗിൻ്റെ റെക്കമെൻഡേഷൻസും RBIയുടെ സപ്പോർട്ടും സൂചിപ്പിക്കുന്നത് ബാങ്ക് മെർജറുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. വൈ അഗെയിൻ മെർജർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്? എന്താണ് ഈ മെർജറിൻ്റെ ലക്ഷ്യങ്ങൾ? ഒന്നൊന്നായി നമുക്ക് പരിശോധിക്കാം. ടു ക്രിയേറ്റ് ഫ്യൂവർ സ്ട്രോങ്ങർ ബാങ്ക്സ്. ഇപ്പോഴുള്ള 12 പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ താരതമ്യേന വീക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ ബാങ്കുകളെ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ ഇങ്ങനെയുള്ള കൂടുതൽ ശക്തമായ ബാങ്കുകളിൽ ലയിപ്പിക്കാവുന്നതാണ്. അടുത്ത ഒബ്ജക്റ്റീവ് ടു എൻഹാൻസ് ഗ്ലോബൽ കോമ്പറ്റിറ്റീവ്നെസ്. ഇന്ത്യൻ ബാങ്കുകളെ അവയുടെ ബാലൻസ് ഷീറ്റുകൾ ശക്തമാക്കി ഗ്ലോബലി കോമ്പറ്റിറ്റീവ് ആക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ആസ് പാർട്ട് ഓഫ് വികസിത് ഭാരത് 2047 വിഷൻ, the government aims to have at least 2 Indian banks ranking among the top 20 largest banks in the world. ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. മൂന്നാമതായിട്ട് ടു സ്ട്രെങ്തൻ ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ബാലൻസ് ഷീറ്റുകൾ ഇംപ്രൂവ് ചെയ്യുക, നോൺ പെർഫോമിംഗ് അസറ്റ്സ് മാനേജ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ ബാധ്യത കുറക്കുക, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. To support the next phase of credit growth, larger banks have a greater capacity to fund large-scale projects, especially in infrastructure, which is crucial for the next phase of India's economic growth. കൂടാതെ കമ്പനി മെർജർ അക്വിസിഷൻ ഫണ്ട് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത കാലത്ത് ഇന്ത്യൻ ബാങ്കുകളെയും അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാധ്യമാകണമെങ്കിൽ ബാങ്കുകൾക്ക് ശക്തമായ ക്യാപിറ്റൽ ബേസ് വേണം. മറ്റൊരു ലക്ഷ്യം ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവണം, പുതിയ ടെക്നോളജി അഡോപ്ഷൻ നടക്കണം. ഇതിനും ബാങ്ക് കൺസോളിഡേഷൻ ആവശ്യമാണ്. ഫൈനലി, വിത്ത് പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫിൻടെക് കമ്പനീസ്, banking landscape has undergone a thorough transformation. Creating larger public sector banks is a strategic move to ensure that they can compete effectively in this new environment. എന്താണ് നമ്മുടെ പ്രസൻറ്റ് ബാങ്കിങ് സിനാറിയോ? നമുക്ക് 12 പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ 21 ബാങ്കുകളുണ്ട്. 44 ഫോറിൻ ബാങ്കുകളുണ്ട്. 28 റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്. 11 സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. 5 പേയ്മെൻറ്റ് ബാങ്കുകളുണ്ട്. 2 ലോക്കൽ ഏരിയ ബാങ്ക്സും ഉണ്ട്. ഇതുകൂടാതെയാണ് കോപ്പറേറ്റീവ് സെക്ടറിലുള്ള വിവിധ ബാങ്കുകൾ. ഗ്ലോബൽ റാങ്കിങ്ങിൽ നമ്മുടെ ബാങ്കുകൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2017 അസോസിയേറ്റ് ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മർജ് ചെയ്തത്. ഈ മർജറിന് മുന്നേ അസറ്റ് ബേസ്ഡ് ഗ്ലോബൽ റേറ്റിംഗിൽ 64ാമത്തെ പൊസിഷനിലായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പോസ്റ്റ് മർജ് ദ ഗ്ലോബൽ റാങ്കിങ് ഇംപ്രൂവ് ടു 45. ലേറ്റസ്റ്റ് അവൈലബിൾ ഡാറ്റ വെച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്ലോബൽ റാങ്കിങ്ങിൽ 43ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദ ഓൺലി അതർ ബാങ്ക് ഇൻ ദ ഫസ്റ്റ് 100 റേറ്റിംഗ് ഈസ് HDFC ബാങ്ക്.
അത് 73ാമത്തെ പൊസിഷനിലാണ്. മറ്റൊരു വലിയ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ICICI ബാങ്കിന് ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റാങ്കിംഗ് പൊസിഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. 2017 മെർജറിന് മുന്നേ ₹31 lakh crore അസറ്റ് സൈസുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 64ാമത്തെ പൊസിഷനിലാണ്. എന്നാൽ പോസ്റ്റ് മെർജർ അതിൻ്റെ അസറ്റ് സൈസ് 40 ലക്ഷം കോടിയിലേക്ക് ഉയരുകയും റാങ്കിംഗ് പൊസിഷൻ 45ലേക്ക് മുന്നേറുകയും ചെയ്തു. കറണ്ട് വേൾഡ് റാങ്കിംഗ് നോക്കുകയാണെങ്കിൽ $855 ബില്യൺ അസറ്റ് സൈസുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 43ാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നു. അതേസമയത്ത് റാങ്കിംഗ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ $95 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോടെ 30ാമത്തെ പൊസിഷനിലാണ്. ഗ്ലോബൽ സ്കെയിലിൽ വിലയിരുത്തുമ്പോൾ നമ്മുടെ ബാങ്കുകൾ വളരെ പുറകോട്ടാണ്. 2047 ആകുമ്പോഴേക്കും $23 to 35 ട്രില്യൺ വലിപ്പമുള്ള ഒരു ഡെവലപ്ഡ് ഇക്കോണമി ആവാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ we must have a banking system to support this growth. ഇന്ന് നമുക്ക് 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത്. ഈ 12 ബാങ്കുകളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ചർച്ചകളും മുന്നോട്ട് പോകുന്നത്. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ചിലപ്പോൾ കനറ ബാങ്കും ആങ്കർ ബാങ്കുകളാവാം. ചെറിയ ബാങ്കുകൾ ഇവയിൽ ലയിപ്പിക്കും. ആർക്കറിയാം, ചിലപ്പോൾ ചില ചെറിയ ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഹൗ മെർജർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് വിൽ എഫക്റ്റ് ദ കോമൺ മാൻ? ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. സാധാരണക്കാരനെ ഇതെങ്ങനെ ബാധിക്കും? ആദ്യം തന്നെ പറയട്ടെ, ഒരു സാധാരണ കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. ബാങ്കുകൾ സാമ്പത്തിക നില തകരാറിലായതുകൊണ്ട് നടക്കുന്ന ഒരു മെർജറല്ല ഇത്. നേരെ മറിച്ച് ബാങ്കിങ് വ്യവസ്ഥയുടെ നില ഭദ്രമാക്കാനുള്ള ഒരു പ്ലാനാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുതന്നെ ഉടനെ നടപ്പിലാകാൻ പോകുന്ന ഒരു കാര്യമല്ല. 2027ലേക്കുള്ള ഒരു രൂപരേഖയാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഭദ്രമാണ്. ഒരു മെർജർ നടക്കുകയാണെങ്കിൽ താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. ഡെബിറ്റ് ATM cards will continue temporarily. These will be replaced. IFSC കോഡുകൾ, അക്കൗണ്ട് നമ്പറുകൾ, നെറ്റ് ബാങ്കിങ് may change gradually. Possible short service interruptions may occur during migration. നിങ്ങളുടെ ലോൺ EMI ഒക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. ആൻഡ് ദ കോൺട്രാക്ട്സ് വിൽ കണ്ടിന്യൂ. പിന്നെ വർക്ക് ഫോഴ്സിന് റീസ്ട്രക്ചറിങ്ങും റീഡിപ്ലോയ്മെൻറ്റുമൊക്കെ സംഭവിക്കാം. അതുപോലെ ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ ബ്രാഞ്ച് റേഷണലൈസേഷനും ഉണ്ടായെന്ന് വരാം. നിങ്ങൾ വിവിധ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഓരോ ബാങ്കിലും അപ് ടു എ ലിമിറ്റ് ഓഫ് 5 lakh ആണ്. ചിലപ്പോൾ മെർജറിൽ നിങ്ങളുടെ 3 ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ഒരു ബാങ്കിലേക്കായി മാറുമ്പോൾ നിങ്ങളുടെ ഡെപ്പോസിറ്റ് സൈസ് കണക്കിലെടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പുതിയ ബാങ്കുകളിൽ കൂടി അക്കൗണ്ട് തുടങ്ങേണ്ടി വന്നെന്ന് വരാം. ഈ നടക്കുന്ന മെർജർ ചർച്ചകളിൽ നമുക്കുള്ള കീ ടേക്ക് അവേസ് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ കൺഫേംഡ് പ്ലാൻ ഒന്നുമായിട്ടില്ല. 2047 ആകുമ്പോഴേക്കും $25 to 35 ട്രില്യൺ വലിപ്പമുള്ള ഒരു വികസിത സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ബാങ്ക് മെർജറുകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു സാധാരണ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ
ഡെപ്പോസിറ്റുകൾ ഹിസ് ഡെപ്പോസിറ്റ്സ് വിൽ റിമെയിൻ സേഫ്. പിന്നെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം മെർജർ ഡൈനാമിക്സ് ഒരു പുതിയ കാര്യമല്ല. നിരവധി മെർജറുകൾ അത് വിജയകരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ തന്നെ ഒരു കാലത്ത് 27 എന്ന നമ്പറിൽ നിന്ന് 12 എത്തിയത് പല മെർജറുകളിലൂടെയാണ്. പുതിയ മെർജർ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് കൃത്യമായ അറിയിപ്പും വ്യക്തമായ ഗൈഡൻസും ഉണ്ടാകും. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനലിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോവിനെ സപ്പോർട്ട് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ദയവായി ഹൈപ്പ് ബട്ടൺ ഉപയോഗിച്ച് ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Hope to see you soon with another useful video. Take care.